അപ്പോഴേ നമ്മളിന്നുള്ളത് നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ നമ്മുടെ പാലക്കാട് ടു ചിറ്റൂർ പോകുന്ന സമയത്ത് നമ്മുടെ കല്ലിങ്കൽ ജംഗ്ഷൻ വരുന്നുണ്ടല്ലോ. ഈ കല്ലിങ്കൽ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു 150 മീറ്റർ നേരെ ഫ്രണ്ടിലൂടെ വരുന്ന ഈ റോഡാണ് കാണുന്നത്. ഏകദേശം നമുക്കൊരു 7 മീറ്റർ റോഡ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പോലെ 2 വാഹനങ്ങൾ സുഖമായിട്ട് നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു 2 വണ്ടികൾക്ക് സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റും നല്ല വീതിയുള്ള റോഡാണ്. അത് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ്. ഒരുപാട് നല്ല നല്ല വീടുകളും കാര്യങ്ങളുള്ള ഒരു നല്ലൊരു പ്രൈം ലൊക്കേഷനാണ്. ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന ഒരു 4.5 സെൻറ്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ബാത്റൂം ഹാള് കിച്ചൺ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളുള്ള 4 സൈഡ് കോമ്പൗണ്ടോട് വാളോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുതിയൊരു വീടാണ്. ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ. ഇഷ്ടികയാണ് മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. 2 ഗേറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണിച്ചു തരാൻ പറയാം. ഈ കാണുന്ന പോലെ നമുക്ക് ഏകദേശം ഒരു 15 അടി നീളത്തിലുള്ളൊരു ലെങ്ത്തിലുള്ളൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കണ്ടോ ഒരു ഇന്നോവയൊക്കെ സുഖമായിട്ട് കയറി നിർത്താൻ പറ്റുന്ന അത്രയും നല്ല പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ. അതായത് ഫ്രണ്ടിൽ മുഴുവനായിട്ടും ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോർവെല്ലിൻ്റെ വാട്ടർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ ഒരു വാട്ടർ കണക്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു സെക്കൻഡറി നമുക്കൊരു ഗേറ്റും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 65 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. പുതിയ വീടാണ്, ആൾ താമസിക്കാത്ത പുതിയ വീടാണ്. വർക്ക് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഫുള്ളായി ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് വീടിന് മുഴുവനായിട്ട് കാണിച്ചു തരാം. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നേരിട്ട് ഓണറുടെ നമ്പർ തന്നെ കോൺടാക്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നല്ലൊരു പ്രൈസിന് വാങ്ങിച്ചെടുക്കുക കേട്ടോ. പിന്നെ ശരിക്കും നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലോട്ട് ഏകദേശം 2-2.5 കിലോമീറ്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ മണപ്പുള്ളിക്കാവിലോട്ടും അതുപോലെ തന്നെ 2 കിലോമീറ്റർ വ്യത്യാസം. നമുക്ക് കഞ്ചിക്കോട് വാളയാറൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നേരെ ആക്സസ് റോഡ് ആക്സസോട് കൂടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കോളനിയാണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജും ഹോസ്പിറ്റലും സ്കൂളും തുടങ്ങിയിട്ട് എല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷൻ ഉണ്ടാവും. ഒരുപാട് വീടുകളൊക്കെ കാര്യങ്ങളൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതും പറമ്പ കാറ്റഗറിയിലാണ് കേട്ടോ. ഭൂമിയുള്ള നിലോ കാര്യങ്ങളൊന്നും അല്ല. ലീഗലി എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ പേപ്പറൊക്കെ നോക്കുക. ഒരു ലീഗൽ അഡ്വക്കേറ്റിൻ്റെ കൊണ്ടുപോയി നോട്ടറി അഡ്വക്കേറ്റിൻ്റെ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതിൽ എല്ലാ പേപ്പേഴ്സും പക്ക ക്ലിയർ ആയിട്ടുള്ള കേട്ടോ. ആധാരവും പട്ടയും പറഞ്ഞ പോലെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുള്ളൊരു ഭൂമിയാണ്. അപ്പോൾ ഇതാണ് നമുക്കിന്ന് വരുന്നത്. ഇഷ്ടിക കൊണ്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും വീട് മുഴുവനായിട്ടും ഒന്ന് കാണിച്ചു തരാം. മെയിനായിട്ട് മറ്റൊരു കാര്യം, താഴെ നമുക്ക് ഇതിനകത്ത് 2 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. താഴെ 2 ബെഡ്റൂം, മുകളിൽ 1 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. റൂമെല്ലാം നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു 12x12 സൈസിലുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമുകളാണ് എല്ലാത്തിനും വരുന്നത് കേട്ടോ. എന്തായാലും ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ട ശേഷം നമ്മളെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി. ഇതാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, പുതിയ വീടാണ് കണ്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് കേട്ടോ. സെക്യൂരിറ്റീസും കാര്യങ്ങളെല്ലാം ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്തോട്ട് കയറുകയാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിലൊരു ഗേറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ അതിനുള്ളൊരു ഗേറ്റ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നേരെ ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് ഫ്രണ്ടേജ് മുഴുവനായിട്ട് ഇൻ്റർലോക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട് നമുക്കൊരു ബോർവെല്ല് വരുന്നത്. ബോർവെല്ല് കാര്യങ്ങൾ വരുന്നതാണ്. മുഴുവനായിട്ട് വാസ്തു അനുസരിച്ച് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. വാസ്തുവൊക്കെ നല്ല രീതിയിൽ നോക്കി ചെയ്താണ്. ഇത് നമ്മുടെ വാട്ടർ കണക്ഷനാണ് കേട്ടോ. അതായത് മലമ്പുഴ കണക്ഷനാണ്. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് സ്റ്റെപ്പും എല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാനൈറ്റും കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് ഗ്രാനൈറ്റും കാര്യങ്ങളാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ 4 സൈഡിലും നമുക്ക് ഇതേപോലെ തന്നെ ഒരു മീറ്ററിന് അടുത്ത് 2 അടിക്ക് കോൺക്രീറ്റ് ചെയ്തിട്ട് ബാക്കി സ്പേസ് മണ്ണായിട്ട് കാണിച്ചത് നമുക്ക് കൃഷി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെടികളോ എന്തെങ്കിലുമൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആണോ, ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ റൂഫ് എന്തെങ്കിലും എടുത്തിട്ട് വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ അഡീഷണൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന അത്രയും നല്ല സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ആണോ, പിന്നെ അടുത്ത എല്ലാ വീട്ടിലും താമസമുള്ളതാണ്. എല്ലാ വീട്ടിലും താമസവും കാര്യങ്ങളുള്ളൊരു ഭാഗമാണ് കേട്ടോ. ആണോ, അതാണ് ബാക്ക് സൈഡ് വരുന്നത്. ഈ സൈഡിലോട്ടാണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് സുഖമായിട്ട് നടന്നു പോകാനുള്ള നല്ലൊരു സ്പേസ് കാര്യങ്ങൾ ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ വരുന്നത്. ഓക്കെ, ഞാൻ വീടിന് അകത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം. കയറുകയാണെങ്കിൽ ആണോ, ഇത് മുഴുവനായിട്ടും സ്റ്റീൽ ഡോറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതായത് ജനൽ വാതിൽ എല്ലാം തന്നെ സ്റ്റീൽ ഡോറാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു കയറുമ്പോൾ തന്നെയുള്ളൊരു ലിവിങ് ഹാളാണ്. ഒരു ലിവിങ്ങും അതുപോലെ തന്നെ നമുക്കൊരു ഡൈനിങ്ങും കൂടി ഓപ്പൺ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ മെയിനായിട്ട് തന്നെ നമ്മുടെ 3 ഫേസ് കണക്ഷനാണ് വന്നിരിക്കുന്നത് കേട്ടോ. സിംഗിൾ ഫേസ് എടുത്തിരിക്കുന്നത് 3 ഫേസ് കണക്ഷനാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടോ, നമുക്ക് വോൾട്ടേജ് ഇഷ്യൂസോ കാര്യങ്ങളെല്ലാം അഡീഷണലി നമ്മൾ ഒരു വർക്കും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും നല്ല രീതിയിലാണ് ഇവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റെയറിന് താഴത്ത് അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങൾ ഈ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാതെ ഇതിനോട്ട് കയറി കഴിഞ്ഞുണ്ടോ, ഈ ഒരു ഭാഗത്ത് നമുക്ക് പൂജാ റൂമിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴത്തല്ല കേട്ടോ.
കാരണം എന്താണോ ഈ ഒരു ഭാഗം വരെയാണ് നമുക്ക് സ്റ്റെയർ വരുന്നുള്ളൂ. ആ സ്റ്റെയർ വിട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പൂജാ റൂം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് വാസ്തു കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഇത് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഡൈനിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു വാഷ് കൗണ്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമും അതുപോലെ തന്നെ അതൊരു ബെഡ്റൂമും. ഈ ഒരു ബെഡ്റൂമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഏകദേശം 12x12 സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. പിന്നെ ഇതെല്ലാം തന്നെ നല്ല സ്റ്റീലാണ് കേട്ടോ, സ്റ്റീലും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂം എല്ലാം തന്നെ കേട്ടോ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. മോഡേൺ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം തന്നെ കേട്ടോ പാരിവെയർ എന്നുള്ള ബ്രാൻഡാണ് മുഴുവനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ക്ലോസറ്റും കാര്യങ്ങളെല്ലാം തന്നെ പാരിവെയറിൻ്റെ നല്ലൊരു ബ്രാൻഡഡ് ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഇത് നമുക്കതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ. താഴെ 2 ബെഡ്റൂം വരുന്നുണ്ട് കണ്ടോ, താഴെ 2 ബെഡ്റൂം ഉണ്ട്. ഇതും സെയിം രീതിയിലുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കണ്ടോ. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് വിൻഡോസും കാര്യങ്ങളും എല്ലാ ഭാഗത്തും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് സ്പേസ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഷോക്കേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ അത് സ്വിച്ചസ് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നുണ്ടോ GM എന്നുള്ള ബ്രാൻഡാണ് കേട്ടോ. GM ഗോൾഡ് മെഡൽ എന്നുള്ള ഒരു ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് നമുക്ക് കിച്ചൺ വരുന്നത്. കിച്ചണും അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡ് വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ആണോ നമ്മുടെ പ്ലേറ്റിൻ്റെ റാക്കും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അഡീഷണൽ വർക്ക് ഇല്ല ശരിക്കും ആണോ. ഇവിടെ എല്ലാ വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കബോർഡ് വർക്ക് ചെയ്ത് ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ മോട്ടറിൻ്റെ ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്യൂരിഫയർ വെക്കണമെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ പോയിന്റ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ ഇറക്കിയാൽ എന്താണ് ബാക്ക് സ്പേസ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അഡീഷണലി ഒരു വർക്ക് ഏരിയ ഇറക്കണമെങ്കിൽ റൂഫോ കാര്യങ്ങളോ ഇട്ടിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റുമേ. അത്രയും സ്പേസ് പുറകിലുണ്ട്. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുമ്പോൾ ഇതാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ എല്ലാം തന്നെ കണ്ടോ നല്ല ഗ്രാനൈറ്റ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റീലിൻ്റെ SS-ൻ്റെ നമുക്ക് ഹാൻഡ് റെയിൽ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരുടെയും നൈറ്റ് ലാമ്പും കാര്യങ്ങളൊക്കെ സ്റ്റെയറിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കയറുന്ന സമയത്ത് ഇതാണോ അത്യാവശ്യം നല്ലൊരു ലിവിങ് ഹാള് നമുക്ക് ഈ ഒരു മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. അതോ ആണ് ബാൽക്കണി വരുന്നത്. ജസ്റ്റ് ലൊക്കേഷൻ കാണിച്ചു തരാം. നല്ല വീതിയുള്ള റോഡാണ് കേട്ടോ. 2 വണ്ടി ഒരുമിച്ച് നിന്നാലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് കേട്ടോ. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ പോകുമ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഒരു ബെഡ്റൂം സ്പേസ് ആണ്. ഇത് 12x12 സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത് കണ്ടോ. ഫുള്ള് പുട്ടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് പുട്ടി വർക്കൊക്കെ ചെയ്ത് നല്ല ഫിനിഷിങ് ആക്കിയിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇത് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കണ്ടോ. ബാത്റൂം എല്ലാം തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് താഴെ കാണിച്ചില്ലേ അതേ സൈസിൽ തന്നെയാണ്, അതേ ബ്രാൻഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ടെറസ് പുറകിലോട്ടാണ് കണ്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടൊരു ഓപ്പൺ ടെറസ് ഉണ്ട് കേട്ടോ. ശരിക്കും നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ റൂഫൊക്കെ ഇട്ടിട്ട് ഒരു യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അത്രയും നല്ല സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ റൂം എടുക്കണമെങ്കിലും ജസ്റ്റ് നമുക്ക് റൂം എടുക്കാനുള്ള അത്രയും അതേ 12x12 സൈസിൽ താഴത്തെ ബെഡ്റൂമിൽ അതേ സൈസിൽ തന്നെയാണ് ഇവിടെയുള്ളത്. അത് കഴിഞ്ഞാണ്ടോ ഇത്രയും ഒരു സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ മേലേക്ക് കയറി കാണിച്ചു തരാം. ആണോ ഇതാണ് നമുക്ക് മേലത്തെ ടോപ്പ് ഫ്ലോർ വരുന്നത് കേട്ടോ. വാട്ടർ ടാങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് കണ്ടോ ചെറിയൊരു ചെടികളോ കാര്യങ്ങളൊക്കെ വെച്ച് വയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഹാൻഡ് റെയിൽ കാര്യങ്ങളുണ്ടോ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 3 ഫേസും കാര്യങ്ങളൊക്കെ ലൈൻ ഉള്ളതാണ് കണ്ടോ ലൊക്കേഷൻ. അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് ഓണറുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ.